നമ്മൾ പക്ഷേ കാലം മാറുന്നു, സിനിമ മാറുന്നു, കഥകൾ മാറുന്നു, പുതിയ കഥകൾ ഉണ്ടാവുന്നു, പുതിയ ട്രെൻഡ് ഉണ്ടാവുന്നു എങ്കിൽ പോലും അപ്പോഴും നമ്മള് ആകാംക്ഷയോടെ അല്ലെങ്കിൽ താല്പര്യത്തോടെ വീണ്ടും വീണ്ടും ചെന്ന് നോക്കുന്ന പുറകോട്ടാ. നീ പോടാ, നീ പോയിക്കോ, എനിക്ക് നിന്നെ വേണ്ട, ഇങ്ങനെ ഒരു ആക്ഷനാണ് നമുക്കൊരിക്കലും. മോനെ, എന്റെ പഴയ അമ്മാവനായിട്ട് ഞാൻ നിന്നോട് വീണ്ടും സംസാരിക്കുക, നീ എന്റെ മോളെ ജീവിതം ഇല്ലാണ്ടാക്കരുത് എന്ന് പറയുന്ന ഒരു ആ വേദന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പൊ കൊച്ചി രാജാവിലാണെങ്കിലും സിറ്റുവേഷൻ വെച്ചിട്ട് മറ്റ് ക്യാരക്ടേഴ്സ്, അതായത് ജഗദീഷ് ചേട്ടന്റെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ കോമഡി ആവുന്നുണ്ടെന്നല്ലാതെ അപ്പോഴും ആ ഒരു ഇത് വിടുന്നില്ല, ആ ഒരു മാൻലിനെസ് ഒരിക്കലും വിടുന്നില്ല. പക്ഷെ ചില സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടിയൊക്കെ ഈ ഒരു ക്യാരക്ടർ ഒന്ന് ബെറ്റർ ആക്കി ചെയ്യാമായിരുന്നു എന്ന്. അതായത് തോന്നിയത് ഞാൻ ശരിക്കും ക്ലാസിക്കുകൾ ഇപ്പൊ ഉണ്ടാവുന്നില്ല എന്നല്ല, ഇനിയും ക്ലാസിക്കുകൾ ഉണ്ടാവും. പക്ഷെ ഈ അടുപ്പിച്ച് ക്ലാസിക്കുകൾ വന്ന കുറെ സമയം എന്ന് വെച്ചാൽ അത് പഴയ എല്ലാവരും ഒത്തുകൂടി ഒരു ഗോൾഡൻ എറ ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. എടാ, നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ? നമ്മുടെ മുരളി സാറിന്റെ ഓർമ്മ അല്ലേ? എനിക്ക് മുരളി സാറിനെ എപ്പോഴും ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ഫസ്റ്റ് മുരളി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രാമഫോണിലൊരു പാട്ടാണ്, മണിവിളക്കിലങ്ങണ കയ്യാലേ, ആ പാട്ട് അല്ലേ? ഞാൻ എന്റെ ഒരു റിപ്പീറ്റ് വാച്ചിലുള്ള ഒരു സോങ്, ഒരു കൾട്ട് ക്ലാസിക്കിലൊക്കെ വരുന്ന ഒരു കിടിലം പാട്ടാണ്. പക്ഷെ എനിക്കത് ഇപ്പോ ആ പാട്ട് കാണുമ്പോഴേ അതിലാരുമില്ല, ആ പാട്ടിലുള്ള എല്ലാവരും ലെജൻസ് ആയിരുന്നു. എല്ലാവരും അതിടയ്ക്ക് എനിക്കൊന്ന് സലീമേട്ടന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ സ്ക്രീനിൽ കാണുമ്പോ ആരുമില്ല, ഒറ്റയ്ക്കായിരുന്നു ഞാൻ കാണാൻ. ശരിക്കും അത് പറഞ്ഞ സലീം കുമാർ ഇന്നില്ല അല്ലേ? ആ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പൊ എന്ന് വെച്ചാല് അത്രയും എല്ലാ ലെജൻസും ഒത്തുചേർന്ന് നടുക്കി ഈ പറയുന്ന മുരളി സാർ ഇരിക്കുന്ന ഒരു പാട്ടായിരുന്നത്. ഒരു എവർഗ്രീൻ ആണ് മലയാളം അല്ലേ? മലയാളം ഇല്ലടത്തോളം കാലം, സിനിമ ഇല്ലടത്തോളം കാലം ആ പാട്ട് എപ്പോഴും നിലനിൽക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ അതാണ് എനിക്ക് പേഴ്സണലി ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് വെങ്കലം എന്ന് പറയുന്ന സിനിമയില് അധികം ആരും പ്രശംസിച്ച് കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഗ്രാമഫോണിലെ ഈ പാട്ടിൽ മുങ്ങിപ്പോയത് കൊണ്ടാണോ എന്ന് അറിയില്ല, ശരിക്കും മുരളി സാറിന്റെ ഒരു അഭിനയം പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ ആ ഒരു പൗരുഷമായിരുന്നിരുന്നാലും ദേഷ്യമായിരുന്നിരുന്നാലും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സ്നേഹമായിരുന്നിരുന്നാലും എല്ലാം നമുക്ക് കാണാൻ പറ്റിയത് വെങ്കലത്തിലൂടെ അല്ലെ? 10 വെളുപ്പിന് എന്ന് പറയുന്ന സോങ്, അതിലേക്ക് ഓരോ വിഷ്വൽസും അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ അമരത്തിലെ കൊച്ചുരാമൻ അല്ലേ, എന്ത് ജീവനുള്ള, നമുക്ക് അഭിനയിക്കുകയാണെന്ന് തോന്നില്ല, ബിഹേവ് ആണ് അല്ലേ? അത്രയും ഒരു ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് ആ കഥാപാത്രത്തിനോട്. ഒരു അദ്ദേഹം ഏതൊക്കെ ഇമോഷണൽ തലത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് അതേപോലെ നമ്മളും കൂടെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മളെ കൂടെ ആ ഒരു അഭിനയത്തിലൂടെ നമ്മളെ കൂടി കൊണ്ടുപോവാണ്. ഈ പറഞ്ഞ പോലെ ഒരിക്കലും അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല. കാരണം ഇവരൊക്കെ ഉള്ളവരാണ്, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. കാരണം ആക്ഷനും കട്ടിനും ഇടയിലായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരിക്കലും അത് ഫീൽ ചെയ്യില്ല. ശരിക്കും അതല്ലേ ലെജൻസ് എന്ന് നമ്മൾ അവരെ പറയാൻ കാര്യം. തീർച്ചയായും. അതായത് നമ്മൾ നാളുകളായിട്ട് ഈ ഒരു ഇമോഷണൽ തലത്തിലൂടെ തന്നെ ആ ഒരു കഥാപാത്രമായിട്ട് തന്നെ ജനിച്ച് വളർന്ന് ജീവിക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒരു ആക്ഷനും കട്ടിനും ഇടയിലാണ് ഇത്രയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരെയൊക്കെ. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ എണ്ണം പറഞ്ഞ പൗരുഷ നടന്മാരിൽ ഒരാളാണ് മുരളി. അതുപോലെ തന്നെ എപ്പോഴും സ്വന്തമായിട്ടൊരു നിലപാടുള്ള ഒരാളാണ്. നമ്മുടെ തിലകൻ സാറിനെ ഒക്കെ പോലെ ഒരു കാര്യവും പറയാൻ ഒരു പേടിയുമില്ല. എനിക്ക് ഇതാണ് എന്റെ ശരി, അത് പറഞ്ഞിരിക്കും. കാരണം എനിക്ക് അതുകൊണ്ട് എത്ര ശത്രുക്കൾ ഉണ്ടാവുന്നു എന്നുള്ളത് പുള്ളി ഒരിക്കലും ചിന്തിക്കില്ല. അദ്ദേഹത്തിന് അതിന്റേതായ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ എപ്പോഴും എല്ലാവരും കൊടുക്കും. അതല്ലടാ, എനിക്കത് ഫീൽ ചെയ്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഇന്ന് അങ്ങനെയുള്ള കലാകാരന്മാരല്ലേ ഇല്ലാത്തത്. തുറന്നൊരു നിലപാട് പറയാനായിട്ട് ആരുമില്ല. കാരണം അതുകൊണ്ട് അവർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതെ, നമുക്ക് പിന്നെ മാത്രമല്ല ഈ അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. നാടകങ്ങളിലൂടെ വന്ന വ്യക്തിയാണ്. ഈ തിയേറ്റർ ബേസ് അദ്ദേഹത്തിന്റെ അഭിനയത്തിലും ഭയങ്കരമായിട്ട് മുതൽക്കൂട്ടായിട്ടുണ്ടെന്നാണ്. KPS ൽ നാട്യകല, നമ്മുടെ രാജേന്ദ്ര പ്രസാദ് ആക്ടർ, അദ്ദേഹം വേറൊരു ലെജൻഡാണ്. അദ്ദേഹത്തിന്റെ കൂടെയാണ് നാട്യകല എന്ന് പറയുന്ന നാടകങ്ങളൊക്കെ ചെയ്തു പോയത്. പിന്നെ അതേ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പഴയകാല നാടകങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള നാടകങ്ങൾ ചെയ്ത് അതിൽ നിന്നുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ്, ആ ഒരു തിയേറ്റർ ബേസ് അദ്ദേഹത്തിന് സിനിമയിൽ ഭയങ്കരമായിട്ട് മുതൽക്കൂട്ടായിട്ടുണ്ട്. പിന്നെ അത് പറയുന്ന പോലെ നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുലിജന്മം എന്ന് പറയുന്ന പ്രിയനന്ദൻ സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട് അദ്ദേഹത്തിന്റെ. അതായത് ആ സിനിമയ്ക്കാണ് മികച്ച സിനിമക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയത്. ആ പുലിജന്മം ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് ഓർത്ത് പറയാൻ കാരണം, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഓപ്പൺ കോഴ്സ് ഉണ്ട് ഫൈനൽ ഇയറിൽ. ആ ഓപ്പൺ കോഴ്സ് ഞാൻ മലയാളം ഫിലിം സ്റ്റഡീസ് എടുത്ത്. ആ ഫിലിം സ്റ്റഡീസിലുള്ളത് ഈ പുലിജന്മത്തം ഒരു ചാപ്റ്റർ പുലിജന്മമായിരുന്നു. അതിനെപ്പറ്റി പഠിക്കാൻ അന്ന് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ ആ ഒരു പുലിയായിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള ആ ഒരു അഭിനയവും പിന്നെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള
രണ്ട് ലെവല് കാണിക്കുന്നുണ്ട്. അതിലൊരു നാടകമുണ്ട്, അവരൊരു നാടകം പ്ലേ ചെയ്യുകയാണ്, എന്നാൽ ഒരു പാരലൽ ഇതുപോലെ വേറൊരു പുലിൻ്റെ ഒരു സാധനം കാണിക്കുന്നത്. പക്ഷെ ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു പോർട്രേയിങ്, ആ ഒരു ക്യാരക്ടർ കൊണ്ടുപോകുന്ന രീതി, അതൊക്കെ അത് ശരിക്കും ഒരു പഠിക്കാനുള്ള ഒരു ലെസണാണ്. അതുകൊണ്ടാണ് നമുക്കത് ചാപ്റ്റർ ആയിട്ട് തന്നെ തന്നത്. അപ്പൊ ഇങ്ങനെ ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ മുരളിയുടെ ഒക്കെ ലൈഫിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പണ്ടല്ലേ ഈ നമ്മുടെ അടിസ്ഥാന വടാവലി എന്ന് പറയുന്ന ഒരു വിഷയത്തില് ഏതെങ്കിലും ഒരു സിനിമ സബ്ജക്റ്റ് ആയിട്ട് വെക്കും, അതിൽ ഇങ്ങനെയുള്ള ലെജൻഡറി ആക്ടേഴ്സിന്റെ കാര്യങ്ങളാണ് വെക്കാറുള്ളത്. ഇപ്പൊ ഇത് പറഞ്ഞ സമയത്ത് നമുക്ക് അതായത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയുണ്ട്, നമ്മുടെ ഹർഷോം എന്ന് പറഞ്ഞിട്ട്, അതായത് പറയാൻ മറന്ന പരിഭവങ്ങൾ. ഇപ്പോഴും നമ്മൾ പറഞ്ഞ ഈ പാട്ടുകളിൽ വരുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ഹർഷോം എന്ന്. നമുക്ക് ഒരിക്കലും മുരളി സാറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ ചകോരത്തിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. കാരണം ഭയങ്കര പൗരുഷമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത്, വളയം സിനിമയിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നായികക്കെതിരെ വരുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നേരെ കൈവയ്ക്കുന്ന ആളിനെതിരെ ആഞ്ഞടിക്കുന്നു, സമൂഹത്തിലെ എല്ലാ കാര്യത്തിനോടും ഭയങ്കരമായിട്ട് പോരാടുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ട ഒരു ക്യാരക്ടറാണ് ചകോരത്തിലേത്. അതെ അതെ അതെ. പിന്നെ ഈ പറയുന്ന പോലെ നെയ്ത്തുകാരൻ എന്ന് പറയുന്ന സിനിമക്കാണ് നാഷണൽ അവാർഡ് കിട്ടിയത്. മികച്ച നടനില്ല നാഷണൽ അവാർഡ് കിട്ടിയത് നെയ്ത്തുകാരൻ. അതും പ്രിയനന്ദന്റെ സിനിമയാണ്. പ്രിയനന്ദനും മുരളി അവര് നല്ല കോമ്പിനേഷനിൽ സിനിമകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ആസ്പയറിങ് ആക്ടറാണ്, എനിക്ക് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു ആക്ടർ ഉപയോഗിക്കുന്ന മോഡുലേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മോഡുലേഷൻ, അത് ഞാൻ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു ആക്ടറാണ് മുരളി. നമ്മൾ ഒരു ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അതിപ്പോൾ സീരിയസ് ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, സെൻറ്റിമെൻറ്റ്സ് ആയിക്കോട്ടെ, അത് പറയുന്ന ഒരു രീതി, മോഡുലേറ്റ് ചെയ്ത് പറയുന്ന ഒരു രീതിയൊക്കെ ശരിക്കും ഞാൻ കണ്ടു നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മുരളി സാർ എന്ന് പറയുന്നത്. കാരണം അത്രയും ഇഷ്ടത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ, പ്രസൻറ്റേഷനൊക്കെ. ഇതൊരു ആക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അത്രയും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരാൾക്ക് പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതെ, പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ മുരളി സാറിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ട് ആ അഭിനയത്തിനോട് എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരാളാണ്. കാരണം ചെയ്യുന്ന ഏതൊരു വേഷമായിരുന്നിരുന്നത്, അതിപ്പോ ഒരു സഹനടനായാലും നായകനായാലും ഇനി ഒരു ക്യാമിയോ റോൾ ആണെങ്കിൽ കൂടിയും ആ പ്രസൻസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. ഒരു അച്ഛന്റെ വേദന, അതൊരു അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ അച്ഛന്റെ വേദന, ഒരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ ഒരു ആത്മാർത്ഥമായ ഒരു സുഹൃത്ത്, ഇതെല്ലാം അഭിനയിച്ച് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതായത് നീ കണ്ണേ മടങ്ങി വരൂ എന്ന് പറഞ്ഞൊരു കണ്ണേ മടങ്ങുക, അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു നവ്യ നായരൊക്കെ ആയിട്ട്. അതിൽ ശരിക്കും മക്കൾക്കും കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരാൾ, ഒരു കംപ്ലീറ്റ് ഒരു ഗൃഹനാഥൻ. അതിനുശേഷം അദ്ദേഹം ഒരു അപകടത്തിൽ പെട്ട് നടു തളർന്നിട്ട് പിന്നീട് നിസ്സഹായനായി പോവുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ അച്ഛനുറങ്ങാത്ത വീട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിസ്സഹായനായ സലീമേട്ടനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു സുഹൃത്ത്. ഇത്ര പെട്ടെന്നാണ് ക്യാരക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുരളി സാർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ മുരളി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ പല ആൾക്കാർക്കും പല മെത്തേഡാണ് അഭിനയിക്കാൻ കേട്ടോ. ഇപ്പൊ ഈ മമ്മൂട്ടി സാറിനെയും എനിക്കിപ്പോ മുരളി സാറിനെയൊക്കെ ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ തോന്നുന്നത് വെച്ചാൽ അവർക്ക് കഥാപാത്രങ്ങളായി മാറുകയാണ്. ഓരോ സിനിമയിലും ഓരോ കഥാപാത്രങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോ നീ പറഞ്ഞില്ലേ ഈ മമ്മൂട്ടി മുരളി സാർ എന്നുള്ള ആ ഒരു കാറ്റഗറി എടുക്കുമ്പോൾ ശരിക്കും സിനിമയ്ക്കപ്പുറം അവർക്കൊരു ബന്ധമുണ്ട്. പലപ്പോഴും പല ഇന്റർവ്യൂസിലും മമ്മൂക്ക പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ ശാസിക്കാനും എനിക്ക് തിരിച്ച് ഒരു ദേഷ്യപ്പെടാനും അധികാരമുള്ള ഒരാളായിരുന്നു മുരളി. എന്നാൽ കുറെ നാള് ഞങ്ങൾ പിണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് പിണക്കമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ സ്റ്റിൽ അവർക്കിടയിൽ ആ ഒരു കോൾഡ് വാർ പോലെ, അതായത് സ്റ്റിൽ അവര് മിണ്ടുന്നുണ്ട്. പക്ഷെ പഴയ ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അവർ വന്നില്ലെങ്കിൽ പരസ്പരം അവർക്ക് തമ്മിൽ അറിയാം. ഇതെന്താ സംഭവം വെച്ചാൽ അവർക്കിടയിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞ പോലെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം അവരുടെ സിനിമയിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർ കോമ്പിനേഷനിൽ വരുന്ന സിനിമകളിലൊക്കെ അതെ, കനൽക്കാറ്റ്, അമരം ആണെങ്കിലും പിന്നെ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഈ മമ്മൂട്ടിയും മുരളിയും തമ്മിൽ ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ട് അല്ലേ? ആ ഒരു വൈകാരികത നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനാണ് ഞാൻ ഈ കനൽക്കാറ്റ് മൂവിയുടെ കാര്യം പറഞ്ഞത്. അതായത് കനൽക്കാറ്റില് ലാസ്റ്റ് മമ്മൂക്കെ പോലീസ് പിടിക്കും എന്നുള്ള ഒരു അവസ്ഥ എത്തുമ്പോഴും എത്ര ഇടിച്ച് ചതച്ചിട്ട് പോലും മുരളി സാർ ഒറ്റ കൊടുക്കില്ല. എവിടെയാണെന്ന് അറിയാം, എന്നാലും ഒറ്റ കൊടുക്കില്ല. അത് ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ആ ഒരു ബിയോണ്ട് ദ സ്ക്രീനും അവർക്കൊരു ബോണ്ടുണ്ട്. അത് ശരിക്കും ഈ പറഞ്ഞതുപോലെ സിനിമയിൽ നന്നായിട്ട് റിഫ്ലക്ട് ആയിട്ടുമുണ്ട്. പിന്നെ എത്ര നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ കുമ്പത്ത് അമ്മ വരമ്പത്ത്, നമ്മുടെ ജയറാമേട്ടൻ്റെ കൂടെ കാരുണ്യ മൂവി അല്ലേ, അച്ഛനായിട്ട്. അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ കുഞ്ഞിലെയാണ് ആ സിനിമ കണ്ടത്. കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കരഞ്ഞിട്ടുണ്ട്.
അത് എന്താണെന്നറിയാവോടാ, അതായത് അത്രയും ആ അച്ഛൻ ശരിക്കും ഒരു ധാർഷ്ട്യക്കാരനായ അച്ഛനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പില്ലർ എന്ന് പറയുന്നത് അമ്മയായിരുന്നു. അമ്മ പോയി കഴിയുമ്പോൾ അദ്ദേഹം വീണു, തകർന്നു പോയി. അമ്മ പോയി എന്ന് ജയറാം പറയുന്ന സമയത്ത് അദ്ദേഹം നിൽക്കുന്ന ഒരു ആക്ട് ഉണ്ട്, നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അത് സത്യം പറഞ്ഞാൽ അത് കരയുന്നില്ല അവിടെ, പിന്നെ ഒച്ച വെക്കുന്നോ അങ്ങനെയുള്ള ബാക്കിയുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ പറയണ്ടേ, ഇത് ഈ വിഷമം കാണിക്കാൻ വേണ്ടി അദ്ദേഹം ബോഡി ലാംഗ്വേജ് കൊണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന ഒരു ഭാവം ഉണ്ട് ആ സമയത്ത്, കണ്ണുകൾ വരച്ചുകൊണ്ട്, ചുണ്ട് വരച്ചുകൊണ്ടുള്ള അതെ. കാരണം ഉള്ളിലാണ് ഈ കുത്തി വലിക്കുന്ന വേദന ഉള്ളിലുണ്ട് എന്നുള്ളത് പുറത്തേക്ക് വരുന്ന മുഖഭാവങ്ങളുണ്ട്. അദ്ദേഹം സീരിയസ്ലി ഉള്ളിൽ ആ വേദന ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. അത് അഭിനയിക്കുകയല്ല, ഉള്ളിൽ ശരിക്കും ആ വേദന ഫീൽ ചെയ്തിട്ടാണ് പുറത്തോട്ട് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് അവിടെ ആ സീനിൽ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ പല സിനിമകളും ഇതേപോലെ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച പല സിനിമകളും ഉണ്ട്. എനിക്ക് പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത്, അതായത് ഈ കൊച്ചിരാജാവ്, ദിലീപിൻ്റെ കൊച്ചിരാജാവ് സിനിമയിൽ ദിലീപിൻ്റെ അച്ഛൻ, അതായത് വീണ്ടും മോനെ ജയിലിൽ നിന്ന് ഇറക്കി, ഇവൻ വീണ്ടും പഴയ പോലെ ഇനി പോവാതിരിക്കണം, ഇവനെ നേർവഴിക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ്റെ പേടിയും പിന്നെ മോനെ നല്ല രീതിയിൽ ആഗ്രഹിക്കണം എന്നുള്ള ആ മനസ്സും എല്ലാം അദ്ദേഹത്തിന്റെ കഥാപാത്രം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആ ഒരു ലെവൽ ഓഫ് കാര്യങ്ങൾ. പിന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടെ ഉള്ള ആൾക്കാരെല്ലാം കംഫർട്ട് ആക്കാനും അദ്ദേഹത്തിന് നല്ലൊരു കഴിവുണ്ടായിരുന്നു. ശരിക്കും ഒരു നമ്മുടെ ഞാൻ പറഞ്ഞുതരാം ഏതാ മൂവി എന്ന്, അതായത് നമ്മുടെ കിഴക്കുണരും പക്ഷിയില് ലാലേട്ടനും മുരളിയും കൂടെ ഉള്ള ഒരു ഫൈറ്റ് എന്നല്ല, അവർ പിണങ്ങി പോകുന്ന ഒരു സീനുണ്ട്. അതായത് ക്യാരക്ടർ നെയിം ശരിക്കും ഞാൻ മറന്നു വരുന്നു, പക്ഷെ തിരിച്ച് ലാലേട്ടൻ മുരളി വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ എത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എല്ലാവർക്കും മുരളി എന്ന് പറയുന്ന ഒരു ആക്ടറിനെ പറ്റി പറയാനുള്ളത് ഭയങ്കര കംഫർട്ടാണ്, കൂടെ അഭിനയിക്കാൻ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ആക്ടറാണ്. പക്ഷെ അതേസമയം ഒരു കർക്കശക്കാരനായിട്ടുള്ള ഒരു ആള് കൂടിയാണ്. അതായത് അത് മേ ബി അഭിപ്രായങ്ങൾ സ്വന്തമായിട്ട് നിലപാട് പറയാൻ പേടിയില്ലാത്ത ഒരാളിന്റെ ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ അതെ, അങ്ങനെ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ അല്ലെ ഒരു വിവാദത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോ. ഐ മീൻ വിവാദം എന്ന് നമ്മൾ പറയുന്ന വേർഡാണ് വിവാദം എന്ന്, പക്ഷെ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന ആൾക്കാരാണ്. ഇപ്പൊ തെലുങ്കൻ സാറാണെങ്കിലും മുരളി സാറാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ വ്യക്തിബോധമുള്ള ആൾക്കാരാണ്. ഒരു സമൂഹത്തിനോട് സാമൂഹിക പ്രതിബദ്ധതയാണ് അതും അല്ലേ. അത് ശരിക്കും ഒരുപാട് സിനിമകളിൽ റിഫ്ലക്ട് ചെയ്തിട്ടില്ല, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരുപാട് സിനിമകളിൽ മുരളി സാറായിട്ടുണ്ട്, പത്രത്തിലൊക്കെ. വ്യക്തമായിട്ടുള്ള ഒരു ആശയം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയേ ചെയ്യുള്ളൂ. ഒരു കോമഡി ലെവലിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും അധികം ഉണ്ടായിട്ടില്ലല്ലേ. കോമഡി ലെവലിൽ ഞാൻ പെട്ടെന്ന് ഓർക്കുമ്പോ വരുന്നില്ല, ഏതെങ്കിലും ഉണ്ടോ? ഇല്ല അങ്ങനെ പിന്നെ സിഐഡി മൂസയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. കോമഡി അല്ല, അത് കോമഡി ആക്കുന്ന സിറ്റുവേഷൻ ആണ് ജഗതിചേട്ടന്റെ ഒക്കെ. അതായത് ഇപ്പൊ കൊച്ചി രാജാവിലാണെങ്കിലും സിറ്റുവേഷൻ വെച്ചിട്ട് മറ്റ് ക്യാരക്ടേഴ്സ്, അതായത് ജഗതിചേട്ടന്റെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ കോമഡി ആവുന്നുണ്ടെന്നല്ലാതെ അപ്പോഴും ആ ഒരു ഇത് വിടുന്നില്ല, ആ ഒരു മാൻലിനെസ് ഒരിക്കലും വിടുന്നില്ല, ഞാൻ ഇങ്ങനെയാണ് ക്യാരക്ടർ എന്നുള്ളത്. ചില റിയാക്ഷൻ ആണ് മുരളി സാറിന്റെ ചില റിയാക്ഷൻസ് മതി. അതായത് കൊച്ചി രാജാവിൽ പെണ്ണ് കാണാൻ വരുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ട്സും മറ്റേതൊക്കെ ആയിട്ട്. അപ്പൊ ജഗതി അവിടെ കുറെ കാര്യങ്ങൾ ഇടുമ്പോ ഈ ഇദ്ദേഹത്തിന്റെ ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട് അതിൽ. ആ ജഗതി ഫണ്ണായിട്ട് പല പരിപാടികളും കോമഡി ഇടുമ്പോ ഇദ്ദേഹത്തിന്റെ റിയാക്ഷനും കൂടെ അവിടെ കൂടുമ്പോഴാണ് ശരിക്കും അങ്ങനെ റിയാക്ഷൻസിനൊക്കെ ഒരുപാട് പാർട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പണ്ട് ഇപ്പോഴത്തെ സിനിമയെക്കാളും നമ്മൾ പണ്ടത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ആക്ഷൻസ്, അതായത് നമ്മുടെ ആക്ഷൻ സ്പീക്സ് മോർ ദാൻ വേർഡ്സ് എന്ന് പറയുന്ന പോലെ അവര് ഒരു ഡയലോഗിന്റെ ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ ഇവരുടെ ആക്ഷൻസ് ആണ് ശരിക്കും നമ്മൾ ചിരിച്ചു പോകുന്നത്. അപ്പൊ അതൊക്കെ ചിരിച്ചു പോകുന്നതല്ല, അതിൽ നിന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇമ്പാക്ട് എന്താണെന്നുള്ളത്. അപ്പൊ അത്തരത്തിലൊക്കെ വരുന്ന കാറ്റഗറിയിൽ മുരളി സാർ വരാറുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഓരോ ആക്ടറിന് ഡയലോഗ് വേണ്ട, ഡയലോഗ് ഇല്ലാതിരിക്കുമ്പോൾ അവർ സ്ക്രീനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അവിടെയാണ് ഒരു യഥാർത്ഥ ആക്ടറിന്റെ കഴിവ്. അതൊക്കെ കണ്ടുപഠിക്കേണ്ട ആൾക്കാരാണ് ഈ മുരളിയാണെങ്കിൽ തിലകൻ, അങ്ങനെയുള്ള ലെജൻഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ നമുക്ക് കണ്ടുപഠിക്കണം. എനിക്കിപ്പോൾ മുരളി സാറിന്റെ ഏറ്റവും തോന്നിയിട്ടുള്ളത് നന്നായിട്ട് ഇമോഷൻസ് ക്യാരി ചെയ്യാൻ ഭയങ്കര ഒരു കഴിവുണ്ട്. അതായത് സംസാരിക്കുന്ന ഓരോ സമയത്തും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ മൂവിയുടെ ഓരോ ആക്ഷൻസിലും ദേഷ്യമാണെങ്കിൽ നീ പോടാ, നീ പോയിക്കോ, എനിക്ക് നിന്നെ വേണ്ട, ഇങ്ങനെ ഒരു ആക്ഷനാണ്. നമുക്കൊരിക്കലും നമ്മുടെ മുന്നിൽ നിന്ന് അങ്ങനെ ഒരാൾ ആക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും, ശരിക്കും നമ്മുടെ മുന്നിൽ ആ ഒരു കാര്യം നടക്കുന്ന പോലെ തോന്നും. അതാ ഞാൻ നേരത്തെ മോഡുലേഷന്റെ കാര്യം പറഞ്ഞത്. അത് ആ മോഡുലേഷനിലാണ് ഡെലിവറി, സൗണ്ട് ഒക്കെ വിറപ്പിച്ചുകൊണ്ട് ഇമോഷണൽ കാര്യങ്ങൾ പറയുമ്പോൾ, എസ്പെഷ്യലി മമ്മൂക്കേന്റെ അടുത്തൊക്കെ വഴക്ക് പറയുന്ന സീക്വൻസ് ഒക്കെ ആണെങ്കിലേ അത് ഒരു ഉള്ളിൽ നിന്നുള്ള വിടവുണ്ടല്ലോ,
പൊട്ടുന്ന സൗണ്ട് പൊട്ടിപ്പോകുന്ന വെടവും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫീൽ ചെയ്യും. അല്ലേ ഋഷി, ഇപ്പൊ നീ പറഞ്ഞില്ലേ, ഇപ്പൊ നീ ഫിലിമില് നിന്റേതായ ഒരു സ്ഥാനം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ ശരിക്കും നമ്മളെ നീ പറഞ്ഞതുപോലെ നമ്മുടെ ആക്ഷൻസിന്, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്, അല്ലെങ്കിൽ നമ്മുടെ ടോണിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ലേ? തീർച്ചയായും. അപ്പൊ ഇവരൊക്കെ ശരിക്കും നിനക്കൊരു പാഠപുസ്തകമല്ലേ? തീർച്ചയായും. കാരണം ഒരു നടന്റെ ഏറ്റവും വലിയ ടൂള് എന്ന് പറയുന്നത് ശരീരം, ശബ്ദം, ഇതൊക്കെയാണ്. അപ്പോൾ ഒബ്സർവേഷൻ, അതൊക്കെയാണ്. അപ്പോൾ മെയിൻ നമുക്കായിട്ടുള്ള ടൂള് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, ശബ്ദമൊക്കെയാണ്. പിന്നെ അപ്പോൾ നമ്മുടെ മൈൻഡ്, ബോഡി, സൗണ്ട്, മൈൻഡ്, ഇത് മൂന്നുമാണ് ഒരു നടന്റെ ടൂള്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഇത് യൂസ് ചെയ്യാൻ ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ, ഈ പറയുന്ന ലെജൻസ് ഒക്കെ. ഇപ്പൊ മുരളി സാർ ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ സിനിമയുടെ പേര് പറയുന്ന ഒരു സിനിമയാണ് റൺവേ. റൺവേയിലെ ആ ഒരു കഥാപാത്രം, ഭായി എന്നുള്ള കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു എന്താ പറയാ, ഒരു ഡോൺ പരിപാടിയാണ്, ഒരു അബ്കാരി ഡോൺ പരിപാടിയാണ്. പക്ഷെ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതായത് എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് നേരിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റാതെ പോയിട്ടുള്ള കുറേ ആൾക്കാരൊന്നും ഇല്ല. എനിക്ക് കുറച്ചും കൂടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു എന്ന് ഉറപ്പുള്ള, മുരളി സാറൊക്കെ നേരത്തെ പോയെന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ ചോദിക്കാൻ വെച്ച ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഒരു ക്യാരക്ടറിലേക്ക് കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്. എനിക്ക് മുരളി സാറൊക്കെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരിട്ട് പോയി ചോദിക്കാൻ വെച്ച ചില ചോദ്യങ്ങൾ അതൊക്കെ. എങ്ങനെയാണ് ഓരോ എന്താ പറയുക, വേഴ്സിറ്റാലിറ്റി എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഓരോ കഥാപാത്രത്തിൽ ഓരോ ആൾക്കാരാണ്, ഓരോ വ്യക്തിയാണ്, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇത് കാരണം എത്രയൊക്കെ ഒബ്സർവേഷൻ ഉണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു കഥാപാത്രം എടുക്കുമ്പോൾ ആ കഥാപാത്രമായിട്ട് സാമ്യമുള്ള പുറത്തെ ആൾക്കാരെ നമുക്ക് പരിചയമുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മളെ കുറെ സാധനങ്ങൾ എടുക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. കഥകൾ വന്നുകൊണ്ടിരിക്കും, കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ആളെ നമുക്ക് പുറത്തുനിന്ന് കിട്ടണ്ടേ. അപ്പൊ അത് മാത്രമല്ല, വേറെ കുറെ മാനദണ്ഡങ്ങളുണ്ട്, തികച്ചും ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നിക്കാം. പക്ഷെ ചില സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടിയൊക്കെ ഈ ഒരു ക്യാരക്ടർ ഒന്ന് ബെറ്റർ ആക്കി ചെയ്യാമായിരുന്നു എന്ന്. അതായത് തോന്നിയത് ഞാൻ ശരിക്കും സാഫല്യമാണോ, സാഫല്യം അല്ല എന്ന് തോന്നുന്നു എനിക്ക്. സിനിമയുടെ തീം എന്ന് പറയുന്നത് നമ്മുടെ ഗൗതമി ഇല്ലേ, ഗൗതമി, കമൽഹാസന്റെ വൈഫായിരുന്ന ഗൗതമി ആയിട്ടുള്ളൊരു മൂവിയാണ്. ഗൗതമി നേഴ്സാണ്, സുരേഷ് ഗോപി വരുന്നുണ്ട്. അപ്പൊ പടത്തിന്റെ പേര് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എങ്കിലും അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അഭിനയത്തില് കുറച്ചും കൂടി, അദ്ദേഹത്തിന്റെ അഭിനയത്തിനല്ല ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ചുകൂടി ആ ഒരു ചില സമയങ്ങളിൽ സിനിമകളിൽ നടന്മാർക്ക് ഒരു ഇൻവോൾവ്മെന്റ് വരില്ലേ. കാരണം ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം പറയാം. അപ്പോൾ മുരളി സാറിനെയൊക്കെ പോലുള്ള ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇല്ല. അതായത് പലയിടങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ അല്ല പ്രതികരിക്കേണ്ടത്, ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ അല്ലായിരുന്നു ഇരിക്കേണ്ടത് എന്നൊക്കെ തോന്നി. ആ ഒരു മൂവിയിൽ എനിക്ക് എവിടെയൊക്കെയോ ഒരു സംതൃപ്തി ഇല്ലാതെ പോയിട്ടുണ്ട്. പിന്നെ എന്നാ എനിക്കെന്താ തോന്നുന്നു വെച്ചാല്, എന്തായാലും മുരളി സാറൊക്കെ അത്യാവശ്യം തെളിയിച്ചിട്ടുള്ള, പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരു ഡയറക്ടേഴ്സ് കോൾ ഉണ്ടാവും. ഇപ്പൊ ഡയറക്ടർ അങ്ങനെ മതി എന്നൊരു ആക്ടറിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ടർക്ക് ഡയറക്ടർ എന്താണോ പറയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വരെ അങ്ങനെ ആയിരിക്കാം, അങ്ങനെ സംഭവിക്കാം. ഞാൻ ഒരു ചാൻസ് പറഞ്ഞാണ്. കാര്യം പിന്നെ സ്ക്രിപ്റ്റിൽ എന്താണോ എഴുതിയിട്ടുള്ളത്, സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടർ ഇന്ന രീതിയിലാണ്, ഇന്ന രീതിയിൽ സംസാരിക്കുന്ന രീതിയിലേ പോകാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാന്നുള്ളതിലുള്ളൂ. പിന്നെ ഇദ്ദേഹം ക്യാരക്ടർ ആകുമ്പോൾ ഇപ്പോൾ ആക്ടേഴ്സ് പൊതുവെ അങ്ങോട്ട് കുറെ സജഷൻസ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ അത് വേണോ വേണ്ടിയോ എന്നുള്ള കാര്യം അവർക്ക് തീരുമാനിക്കാം. നമ്മൾ മറന്നുപോയ ഒരു കൾട്ട് മൂവിയുണ്ട്, ഏതാ? വീരാളിപ്പട്ട്. പൃഥ്വിരാജ്, മുരളി സാർ, അതെന്നൊക്കെ പറഞ്ഞാൽ അതിന്നൊക്കെ നമുക്ക് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കും നമുക്ക് അങ്ങ് മറ്റേ വെറുത്ത് അവസാനം നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ അല്ലേ? അതെ, അച്ഛന്റെ വഴിക്ക് മകനും ലാസ്റ്റ് പോകേണ്ടി വന്നു. പക്ഷെ അറിയുന്നില്ല അച്ഛൻ ശരിക്കും ഇത്രയും കഷ്ടതകളിലൂടെ കടന്നു പോയതാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അവസാനം വീരാളിപ്പട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ എത്രത്തോളം സക്സസ് ആയെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ പോലും കണ്ടിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് സെൻസിലല്ല ഞാൻ പറഞ്ഞു, അത്ര ഇമ്പാക്റ്റ് ആയിരുന്നു ആ സിനിമ. കാരണം രണ്ടുപേരും, ഇപ്പം മുരളി സാറിന്റെ ഓഫ് കോഴ്സ് ലെജൻഡാണ്. ആ ഒരു കഥാപാത്രം, വെളിച്ചപ്പാട് എന്നുള്ള ആ കഥാപാത്രം കിഡിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയത് ഇങ്ങനെയുള്ള ഒരു മുരളി സാറിന് ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും പൃഥ്വിരാജും അത്രയും കോമ്പറ്റീറ്റീവായിട്ട്, അത്രയും ഹെൽത്ത് അല്ലെ, ഒരു കോമ്പറ്റീഷൻ ആയിട്ട് അത്രയും എഫേർട്ട് എടുത്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ ധൈര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന മുരളി സാറിന് കിട്ടിയതായിരിക്കും. പിന്നെ വടക്കുന്നാഥനില് ഇല്ലേ, നമ്മുടെ അച്ഛനായിട്ടല്ല, പത്മപ്രിയയുടെ അച്ഛനായിട്ട്, അതും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് തറവാടി ആയിട്ടുള്ള, എന്നാൽ ഉള്ളിൽ ദേഷ്യമുള്ള ഒരു ആളായിട്ട്. ലാസ്റ്റ് മറ്റേ ഈ ഒരു സീൻ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ലാലേട്ടനോട് മോനെ
എന്റെ പഴയ അമ്മാവനായിട്ട് ഞാൻ നിന്നോട് വീണ്ടും സംസാരിക്കുക, നീ എന്റെ മോളെ ജീവിതം ഇല്ലാണ്ടാക്കരുത് എന്ന് പറയുന്ന ഒരു സാധനം, ആ വേദന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പല പല ക്ലാസിക് ഫിലിംസിന്റെയും ഭാഗമായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം സിനിമകളാണ്, പല സിനിമകളുടെയും ഭാഗമായിരുന്നു. കാരണം ഇവരൊക്കെ ശരിക്കും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയെ ഇന്നത്തെ രീതിയിലുള്ള ഒരു മലയാള സിനിമ ലോകമെമ്പാട് അംഗീകരിക്കുന്ന ഒരു സിനിമ ഇൻഡസ്ട്രിയായി മാറ്റിയതിൽ ഇവരുടെയൊക്കെ പങ്ക് ഉറപ്പായിട്ടും വളരെ വലുതാണ്. പക്ഷെ അങ്ങനെ കാമ്പുകളുള്ള സിനിമകൾ ശരിക്കും ഇല്ല അല്ലേ? അവരൊക്കെ ക്ലാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ക്ലാസിക്കുകൾ ഇപ്പൊ ഉണ്ടാവുന്നില്ല എന്നല്ല, ഇനിയും ക്ലാസിക്കുകൾ ഉണ്ടാവും. പക്ഷെ ഈ അടുപ്പിച്ച് ക്ലാസിക്കുകൾ വന്ന കുറെ സമയം എന്ന് വെച്ചാൽ അത് പഴയ എല്ലാവരും ഒത്തുകൂടി ഒരു ഗോൾഡൻ എറ ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. അതായത് ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, ലെജൻഡറി ആയിട്ടുള്ള ടെക്നീഷ്യൻസ്, ലെജൻഡറി ആയിട്ടുള്ള റൈറ്റേഴ്സ്, ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, ഇവരൊക്കെ ഒത്തുകൂടി ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, ഒരു ഗോൾഡൻ എറ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 90s 80s കാലഘട്ടമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതെ, ഇപ്പോഴും നമ്മൾ പഴയ സിനിമകളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ ഞാൻ പേഴ്സണലായിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഓൾഡ് മലയാളം മൂവീസ് ഓഫ് മുരളി അങ്ങനെയൊക്കെ ഞാൻ ടൈപ്പ് ചെയ്യാറുണ്ട്, ഞാൻ ഇരുന്ന് കാണാറുണ്ട്. കാരണം എനിക്ക് കാരണം അന്നത്തെ ആ ഒരു അത്രയും ഒരു ഇമ്പാക്ട് ഒന്നും ഇന്നത്തെ സിനിമക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്ക്. കാര്യം എന്താ വെച്ചാല് ഓഫ് കോഴ്സ് കാലം മാറുമ്പോൾ സിനിമകൾ മാറും, എന്തായാലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ കാലാതീതരായിട്ടുള്ളവരാണ് ഇവർ. അത് അത്രേ ഉള്ളൂ, കാലാതീതരാണ് നമ്മള്. പക്ഷേ കാലം മാറുന്നു, സിനിമ മാറുന്നു, കഥകൾ മാറുന്നു, പുതിയ കഥകൾ ഉണ്ടാവുന്നു, പുതിയ ട്രെൻഡ് ഉണ്ടാവുന്നു. എങ്കിൽ പോലും അപ്പോഴും നമ്മള് ആകാംക്ഷയോടെ അല്ലെങ്കിൽ താല്പര്യത്തോടെ വീണ്ടും വീണ്ടും ചെന്ന് നോക്കുന്ന പുറകോട്ടാ. ഇപ്പൊ ഇന്നത്തെ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, സിനിമകൾ ഉണ്ടാവുന്നില്ല എന്നല്ല, പക്ഷെ റിപ്പീറ്റ് വാല്യൂ ഏറ്റവും കൂടുതൽ ഏതാ? പഴയ സിനിമകൾക്കാണ്. നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെ? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇവരുടെയൊക്കെ അഭിനയം നമ്മൾ വീണ്ടും കാണാൻ വേണ്ടി കാണും. അഭിനയത്തിനെക്കാളും എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഈവൻ അവരുടെ ഒരു ഫേസ് എവിടെയെങ്കിലും വന്നാൽ പോലും മതിയാവും. കാരണം ഇപ്പോഴും പല പല സിനിമകളിലും നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ക്യാരക്ടറിന്റെ നടന്റെ അല്ലെങ്കിൽ നായികയുടെ അച്ഛൻ മരിച്ചു പോയിട്ടുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചുമരിൽ കാണുന്നത് മുരളി സാറിന്റെ ഫോട്ടോ ആയിരിക്കും. കാരണം ഫ്ലാഷ് ബാക്കിലോട്ട് നമ്മൾ ചിന്തിക്കുന്നത് മുരളി സാർ ആയിരുന്നു അവളുടെ അച്ഛൻ അല്ലെങ്കിൽ അവന്റെ അച്ഛൻ എന്നുള്ളത്. അത്ര പോലും എന്ത് വാല്യൂ ആണ് അവർക്കുള്ളതെന്ന് ചിന്തിച്ചു നോക്കുക. കാരണം അവരുടെ ആ ഒരു ഫോട്ടോ പ്രസൻസ് പോലും മതി. അത് ഞാനിടയ്ക്ക് യൂട്യൂബിൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കാറുണ്ട് പഴയ സിനിമകളുടെ കട്ട്സ്, അഭിനയം. അതെന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു ആക്ടർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അവരുടെ ചെയ്തു വെച്ച ചില സാധനങ്ങൾ, റിയാക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടിൻ്റെയും മുരളി സാറിൻ്റെ ഒക്കെ ആ ഒരു ഇമോഷണൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ റിപ്പീറ്റ് അടിച്ച് കാണുന്നത് ആ സമയത്ത് അവർ ഡെലിവർ ചെയ്യുന്ന ചില സാധനങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹം തോന്നും. അപ്പൊ ഞാൻ ഇടയ്ക്ക് കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഇതേപോലത്തെ സാധനങ്ങൾ പണ്ട്, ഇപ്പോഴല്ല, ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുക ഇവരൊക്കെ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നീട് ഒരാൾക്ക് ചിലപ്പോൾ കോപ്പി പോലും ചെയ്യാൻ, റീക്രിയേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലേ? എന്ത് തന്നെയാലും പറ്റൂല. കാരണം ഇവരൊക്കെ ചെയ്തു വെച്ചത് വേറെ പുതിയ ആൾക്കാർ ലെജൻസ് ഉണ്ടായി വരും, പക്ഷെ ഇവർക്കൊന്നും പകരമുള്ള വേറൊരാളില്ല, എന്ത് തന്നെയാലും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഇപ്പോ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വാദോരാതെ സംസാരിക്കാൻ ഒരുപാടുണ്ട്. അപ്പോ ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരിക്കലും എത്ര കാലം കഴിഞ്ഞാലും ഇവരെയൊന്നും നമ്മൾ മറക്കാൻ പോകുന്നില്ല അല്ലേ? മരിച്ചിട്ട് ഇപ്പൊ വർഷങ്ങളായി, ഇന്നും നമ്മൾ അതേ സ്നേഹത്തോടെയും അതേ ബഹുമാനത്തോടെയാണ് ഇദ്ദേഹത്തെ ഓർക്കുന്നത്. രോഗ സ്റ്റാർ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു തീരാ നഷ്ടം തന്ന ഒരു ഇടയാണ്. അതായത് എന്താ വെച്ചാല് ലെജൻസുകള് കാലം എത്ര കഴിഞ്ഞാലും മലയാള സിനിമ ഉള്ളത്തോളം കാലം ഇവരൊക്കെ കാലാതീതരായിട്ട് തുറന്നുകൊണ്ടിരിക്കും. ഒരു ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയുടെ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ മായ്ക്കാനാവാത്ത ഭാഗമായിട്ടുള്ള ആൾക്കാർ. ആ ഒരു വിടവ് നമുക്ക് നികത്താൻ പറ്റില്ല. സോ അപ്പോ ഞങ്ങളുടെ ഓർമ്മകളിൽ എന്ന പോലെ നിങ്ങളുടെ ഓർമ്മകളിലും മുരളി സാറ് മരണമില്ലാതെ ജീവിക്കട്ടെ. അതെ.